കേരളത്തിലെ പല സ്കൂളുകളിലും, പ്രത്യേകിച്ചും സർക്കാർ എയ്ഡഡ് ആയിട്ടുള്ള സ്കൂളുകളിൽ മാർക്കുകൾ കുറവാണെങ്കിൽ വിദ്യാർത്ഥിനികളെ അടുത്ത ക്ലാസ്സിലേക്ക് ടീച്ചർമാർ ജയിപ്പിച്ചു വിടും. അല്ലാണ്ട് ആരെയും തോൽപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല, ആരെയും മാറ്റി നിർത്താൻ അവരാഗ്രഹിക്കുന്നില്ല. ഒരുപാട് പേർ 10ാം ക്ലാസ് വരെ ജയിച്ചു പോകുന്നതിൻ്റെ അനവധി കാരണങ്ങളിലൊരു കാരണം അതാണ്. എല്ലാവരും പഠിക്കാത്തവരാണെന്നല്ല ഈ പറഞ്ഞത്. മാർക്കുകൾ കുറവായിട്ടുള്ള ഒരുപാട് വ്യക്തികൾ ഉണ്ടാവും വിദ്യാർത്ഥിനികളുടെ ഇടയിൽ. എല്ലാവർക്കും ഒരേപോലെ ബുദ്ധിയും ഐക്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് 10ാം ക്ലാസ് വരെ ടീച്ചർമാർ അവരെല്ലാം അങ്ങനെ ജയിപ്പിച്ചു വിടും. പക്ഷേ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അവരവരുടെ കഴിവുകൾ പരീക്ഷാ പേപ്പറിൽ വ്യക്തമായി തെളിയിക്കണം. തെളിയിച്ചാൽ മാത്രമേ ക്ലാസ്സും റാങ്കും ഒക്കെ നേടിയെടുക്കാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ തോൽക്കേണ്ടി വരും. അങ്ങനെ പലവരും തോൽക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ക്യാപ്ഷൻ, കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് വർഷാവസാന പരീക്ഷയിൽ വിജയിച്ചില്ലെങ്കിൽ ക്ലാസ് കയറ്റില്ല. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള വിദ്യാലയങ്ങളിൽ 5-8 ക്ലാസ്സിലെ കുട്ടികളെയാണ് ഈ തീരുമാനം ബാധിക്കുന്നത്. കാരണം കേന്ദ്ര ഗവൺമെൻറ് സിലബസ് വളരെ കട്ടിയുള്ളതാണ്. ICSE CBSE സിലബസാണ്. അതങ്ങനെ ഓരോ വിദ്യാർത്ഥിനികളെ അയ്യോ പാവം തോന്നിയിട്ട് ജയിപ്പിച്ചു വിടാൻ കഴിയില്ല. കാരണം അങ്ങനെ ജയിപ്പിച്ചു വിടുന്നത് കൊണ്ടാണ് ബുദ്ധിരാക്ഷസന്മാരായിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും എഴുന്നേക്കാത്തത്. ബഹുമിടുക്കരായിട്ടുള്ള ആളുകൾ എഴുന്നേക്കണമെന്നുണ്ടെങ്കിൽ കർക്കശമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കണം. എന്നാലേ മാത്രമേ ആ സ്ഥാപനത്തിൻ്റെ നിലവാരം വലുതാക്കാനായിട്ട് കഴിയുള്ളൂ. ബസ്സിൻ്റെ ടയർ പഞ്ചറാകുമ്പോൾ ജാക്കി വെച്ച് അത് വലുതാക്കുന്നത് പോലെ, അത് പൊക്കുന്നത് പോലെ, അങ്ങനെയാണ് വിദ്യാർത്ഥിനികളെ ഓരോ ക്ലാസ്സിലേക്ക് കയറ്റിവിടുന്നതെന്ന് വരികിൽ ആ സ്ഥാപനം ഒരിക്കലും വളരില്ല. ആ സ്ഥാപനത്തിന് നല്ല മാർക്സ് ഉള്ള വിദ്യാർത്ഥികളെ സൃഷ്ടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്രകാരം പറയുന്നത്.